ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു പൊങ്കലാണ്. പൊങ്കൽ എന്ന് പറയുമ്പം അതിൽ മധുരപ്പൊങ്കലും ഉണ്ട്, കാരപ്പൊങ്കലും ഉണ്ട്. നമ്മളിപ്പോൾ ഒന്ന് കാരപ്പൊങ്കലാണ് ഉണ്ടാക്കുന്നത്. കാരപ്പൊങ്കൽ എന്ന് പറയുമ്പോൾ എരിവുള്ളതെന്ന് അർത്ഥമുള്ളൂ. അപ്പോൾ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടാണ് ഇപ്പം ഞാൻ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് എടുത്തു വച്ചിരിക്കുന്നത് പച്ചരിയും പിന്നെ നമ്മൾ ചെറുപയർ പരിപ്പുമാണ്. ഇതിപ്പോൾ 1/4 കപ്പ് ചെറുപയർ പരിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളെ പരിപ്പ് പ്രഥമനൊക്കെ ഉണ്ടാക്കില്ലേ, അത്. പിന്നെ പച്ചരി നല്ല ക്വാളിറ്റി ഉള്ള പച്ചരി, അത് ഒരു 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഇനി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് കഴുകി കൊണ്ടുവരാം കേട്ടോ. അപ്പം ഞാൻ അരിയും ചെറുപയർ പരിപ്പും നന്നായി കഴുകിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പം അതിനായിട്ട് കുക്കറാണ് അടുപ്പത്തേക്ക് വെച്ചേക്കുന്നത്. അതിലേക്ക് കുറച്ച് നെയ്യാണ് ചേർത്ത് കൊടുക്കണം. കുറച്ച് നെയ്യ് മതി. ഇപ്പം 2 ടീസ്പൂണൊക്കെ നെയ്യ് ചേർത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് നമ്മളെ നല്ല ജീരകം ഉണ്ടല്ലോ, അത് വളരെ കുറച്ച് മതി, ഇത്രയൊക്കെ ചേർത്ത് കൊടുത്തു. പിന്നെ ഇഞ്ചി ഉണ്ട്, അത് കുറച്ച് ഇഞ്ചി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിൽ ഒത്തിരി ഇഞ്ചി ചെറിയ കഷ്ണമാക്കി മുറിച്ചതാണ്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഈ ഇഞ്ചിയും ഇതൊന്ന് വഴറ്റി കൊടുത്തു. ഇനി അതിലേക്ക് നമ്മളെ ഈ ചെറുപയർ പരിപ്പും അരിയും കൂടെ ഉള്ളത് മാറ്റി വെച്ചുവല്ലോ, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ടിത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്കിത് വേവിക്കാനുള്ള വെള്ളം ചേർക്കണം. അപ്പം നമ്മൾ ഈ അരിയും പരിപ്പും കൂടെ 3/4 ഗ്ലാസ്സാണ് ഉണ്ടായിരുന്നത്. അരിയും കാലുമാണല്ലോ. അപ്പം ഞാനതിലേക്ക് ഒരു 3.5 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. നല്ലോണം ഒന്ന് വെന്തത് ഉടഞ്ഞ് കിട്ടണം, അപ്പോഴാണ് ആ പൊങ്കലിൻ്റെ സ്വാദ് ശരിക്കും വരിക. അപ്പം അതിനായിട്ട് അത് വെള്ളം 3.5 ഗ്ലാസ് ചേർത്തു. അപ്പോൾ എന്നിട്ടിത് നന്നായി ഒന്ന് വേവിച്ച് കിട്ടണം. അപ്പം ഞാനിത് അടച്ച് വേവിക്കാൻ പോവുകയാണ്. ഒരു 3 വിസിൽ എന്തായാലും വന്നോട്ടെ കേട്ടോ. അപ്പോൾ ഇത് നമ്മളെ അരിയും ആ പരിപ്പൊക്കെ നന്നായി വെന്തു കേട്ടോ. നന്നായി ഉടഞ്ഞു, അങ്ങനെ തന്നെ വേണം, ഉടയണം, അപ്പോഴാണ് അതിൻ്റെ സ്വാദ്. പിന്നെ പരിപ്പല്ലേ നല്ലോണം വേവാണ് വേണ്ടത്. അപ്പോൾ ഞാനിനി ഇത് വറുത്തിടുന്ന പണിയാണുള്ളത്. അപ്പോൾ അതിനായിട്ടൊരു പാൻ എടുത്തത് വെച്ചിട്ടുണ്ട്. അതിൽ കരിവേപ്പിലയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതിലേക്ക് നമ്മൾ നെയ്യ് തന്നെയാണ് ചേർക്കുന്നത്. നെയ്യ് നല്ലോണം കൊണ്ട് ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമുക്ക് ഇനി വറുത്തിടണം. അതിനായിട്ട് ഉണക്കമുളക് ചേർക്കുകയാണ്. പിന്നെ ഇതേ നോക്കൂ, കടുകുണ്ട്, മുഴുവൻ കുരുമുളകുണ്ട്, പിന്നെ കാഷ്യൂനട്ട് ഉണ്ട്, പിന്നെ ഇത് നമ്മുടെ ഇതാണ് നിലക്കടലയാണ്, തോല് കളഞ്ഞതാണ്, പിന്നെ പൊട്ടുകടലയുണ്ട്, പിന്നെ കുറച്ച് സാദാ ജീരകം ഉണ്ട്. അത് നമ്മൾ നേരത്തെ ചേർത്തിട്ടുണ്ടല്ലോ. ആ ജീരകം ചേർത്തതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ പരിപ്പൊക്കെ ഉള്ളതുകൊണ്ട് വയറിനൊന്നും ദോഷമില്ലാതിരിക്കാനാണ് ആ വേവുമ്പോൾ തന്നെ ചേർത്തത് കേട്ടോ. അപ്പം ഇനി ഇത് അതുകൊണ്ട് പിന്നെ കുറച്ച് ചേർത്താൽ മതി, നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ. അപ്പം ഞാനിതെല്ലാം കൂടെ ഇതിലേക്ക് ഇടുകയാണ്. കടുകുണ്ട് കേട്ടോ. ഇതൊക്കെ ഒന്ന് ഫ്രൈ വരട്ടെ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. ഇത് പൊട്ടി തുടങ്ങി. അതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു കുറച്ച് പച്ചമുളകും പിന്നെ ഇഞ്ചിയാണ്. ഇത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതൊന്ന് മൂത്ത് വരട്ടെ. ഇതിലേക്ക് നമ്മൾ ഈ വേവിച്ച് വെച്ച അരിയും ചെറുപയർ പരിപ്പും കൂടെയുള്ള ഇതങ്ങോട്ട് ചേർക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഉപ്പ് ചേർക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ്. നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലല്ലോ, ഉപ്പ് പൊടി ആയതുകൊണ്ടാണ് ഇപ്പം ചേർക്കുന്നത് കേട്ടോ. കല്ലുപ്പാണെങ്കിൽ നമ്മൾ വേവിക്കുന്ന സമയത്ത് തന്നെ ചേർക്കാം. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കും. പൊടിയാണല്ലോ, അപ്പോൾ വേഗമായിക്കോളും. എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കാം. നല്ലൊരു സ്മെല്ലാട്ടോ അത് ഉണ്ടാക്കുമ്പോൾ വരിക. വളരെ നമ്മളെ തമിഴ്നാട്ടിലൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നൊരു സാധനമാണല്ലോ ഈ പൊങ്കൽ എന്ന് പറയുന്നത്. പ്രസാദമായിട്ടൊക്കെ കിട്ടുന്നതാണ്. അപ്പോൾ ഇത് നല്ലൊരു സെറൈൻ സ്മെല്ലാണ് ഉണ്ടാക്കുമ്പോൾ വരുന്നത്. നെയ്യ് തന്നെ പാചകം ചെയ്യുകയാണ് നല്ലത്. ഇനി നെയ്യ് തീരെ പറ്റില്ല എന്നുള്ളവർക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം കേട്ടോ. അല്ലെങ്കിൽ വെളിച്ചെണ്ണ ആയാലും തിരക്കേടില്ല. പക്ഷേ നെയ്യാണ് ഇതിന് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന സാധനം. അപ്പോൾ അത് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ ഇറക്കാൻ പോവുകയാണ്. പണിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് അതിൻ്റെ പുറത്ത് ഒന്ന് തൂവി കൊടുക്കാൻ കേട്ടോ. കഴിഞ്ഞു പണി. അപ്പോൾ നമുക്കിത് ഇറക്കാം, എന്നിട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇത് നമ്മളെ പൊങ്കലൊക്കെ തയ്യാറായി കേട്ടോ. അപ്പോൾ ഞങ്ങളിതിങ്ങനെ ഈ ചട്നി കൂട്ടിയിട്ടാണ് കഴിക്കുന്നത്. അതായത് ഞാൻ നാളികേരും പച്ചമുളകും ഇഞ്ചിയും പിന്നെ നമ്മളെ നിലക്കടലയും പൊട്ടുകടലയും ഒക്കെ ചേർത്തിട്ട് അരച്ചതാണ്. സ്വാദാണ്, നല്ലതാണ്, ഇതിന് ചേർന്ന് പോകുന്നതാണ്. അപ്പം പിന്നെ അല്ലെങ്കിൽ ടൊമാറ്റോ ചട്നി യൂസ് ചെയ്യാം.
നല്ല ടേസ്റ്റി ആയ ഒരു സാധനമാണ്. കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. കഴിക്കാത്തവർ അതൊന്ന് ഉണ്ടാക്കി നോക്കണം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ലളിതമായ ഒരു ഭക്ഷണം, നല്ല സ്വാദേറിയ ഒരു ഭക്ഷണം. അപ്പോൾ ഈ കാരപ്പൊങ്കൽ ഒന്ന് ഉണ്ടാക്കി നോക്കൂ. എന്നിട്ട് എങ്ങനെയുണ്ട് എന്നൊന്ന് അഭിപ്രായം പറയുക വേണം കേട്ടോ. ഇത്ര നേരം കണ്ടതിന് താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.